ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഒരു C-ബാൻഡ് ഡിഷിൽ നിന്നും ഒന്നിൽ കൂടുതൽ കണക്ഷൻ എങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും അതുപോലുള്ള ആ പ്രശ്നങ്ങളുടെ പരിഹാരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പല ആൾക്കാരുടെയും സംശയമാണ് എങ്ങനെ നമുക്ക് ഒരു ഡിഷിൽ നിന്നും പല കണക്ഷനുകൾ പല റൂമിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കണക്ഷനുകൾ മറ്റ് അടുത്തുള്ള വീടുകളിലേക്ക് എങ്ങനെ കണക്ഷൻ എടുക്കാം എന്നതിനെക്കുറിച്ച് പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു കമൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. ഇത് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ നിലവിൽ കാണുന്നത് നോർമൽ C-ബാൻഡ് LNB ആണ്. ഇതിൽ ട്രാക്ക് ചെയ്തിട്ടുള്ളത് GSAT 15 ആണ്. ഇതിനകത്ത് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ എങ്ങനെ എടുക്കാം എന്നത് തന്നെയാണ് ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളും ഇങ്ങനെ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്, ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു പരിഹാരവും എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരവുമാണ് ഞാനിതിൽ കാണിക്കുന്നത്. നോർമൽ C-ബാൻഡ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന C-ബാൻഡ് നേരെ ഒരു സ്പ്ലിറ്ററിലേക്ക് വന്നു. 2 ഔട്ടാണ് ഇതിന് വരുന്നത്. 2 ഔട്ടുള്ള സ്പ്ലിറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു റിസീവറിലേക്ക് പോയി. അതേപോലെ തന്നെ മറ്റൊരു റിസീവറിലേക്കും ഇതിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, നേരെ ഇന്നിലേക്ക് വന്നു, 2 ഔട്ട് വന്നു. ഈ ഔട്ടിൽ നിന്നും 2 സ്ഥലത്തേക്കായിട്ട് പോയി. ഇനി ഇതിൻ്റെ സ്ക്രീൻ നമുക്ക് നോക്കാം. ചാനലുകൾ വെച്ചിട്ടുണ്ട്. ഒരു റിസീവറിൽ നിന്നും വരുന്നത് വെർട്ടിക്കൽ, അതേപോലെ തന്നെ അടുത്ത റിസീവറിൽ നിന്നും വരുന്നതും വെർട്ടിക്കൽ തന്നെയാണ്. ചാനലിൻ്റെ പേരല്ല വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നില്ല, ആ ഒരു പോളാരിറ്റിയാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. രണ്ടും വെർട്ടിക്കലാണ്. ഇപ്പോൾ നിലവിൽ 2 ചാനലുകളും പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ഹൊറിസോണ്ടലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നോ സിഗ്നലാണ്. ഇതിനകത്തുള്ളത്. തൊട്ടടുത്തുള്ള ചെറിയ സ്ക്രീനിലുള്ളത്, അതായത് ചെറിയ മറ്റൊരു റിസീവറിലുള്ളത് ഹൊറിസോണ്ടൽ എന്ന പോളാരിറ്റി ആയതുകൊണ്ട് അതിനകത്തു നിന്നുള്ള ചാനൽ വർക്കിംഗ് ആണ്. കണക്ഷനുകളൊന്നും മാറ്റിയിട്ടില്ല, നേരത്തെ കൊടുത്ത അതേപോലെ തന്നെയാണുള്ളത്. ഇതിൻ്റെ പ്രശ്നം തന്നെയാണ് നോർമൽ LNB ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന് പകരമായിട്ടാണ് C-ബാൻഡ് Lnbf Onecable സൊല്യൂഷൻ എന്ന ഈ LNBയുടെ ഉപകാരം വരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ C-ബാൻഡിൻ്റെ LNB Onecable സൊല്യൂഷൻ എന്ന LNB, നോർമലി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സോളിഡിൻ്റെ LNB ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്, വിദേശ LNB അല്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം ഇത് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ കണക്ഷനുകൾ നമുക്ക് എടുക്കാം എന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം. നേരത്തെ വന്ന കണക്ഷൻ അതേപോലെ തന്നെ നേരെ സ്പ്ലിറ്ററിലേക്ക് പോകുന്നു, ഇന്നിലേക്ക് പോകുന്നു. 2 ഔട്ട്, നേരെ ഒരു റിസീവറിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള റിസീവറിലേക്ക് പോകുന്നുണ്ട്. 2 റിസീവറിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സ്പ്ലിറ്ററിൽ നിന്ന് വന്നിട്ട് 2 ഔട്ടുണ്ട്. നേരെ ഇന്നിലേക്കാണ് LNBയുടെ കണക്ഷൻ പോകുന്നത്. ഇതുപോലുള്ള സ്പ്ലിറ്ററുകൾ വളരെ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. 2 ഔട്ടുള്ളത്. അതിൽ കൂടുതൽ ഔട്ടുള്ള സ്പ്ലിറ്ററുകൾക്ക്
റേറ്റ് പല രീതിയിലാണ്. കഴിയുന്നതും ഒരേ ടൈപ്പ് റിസീവറുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരേ ടൈപ്പ് ഒരേ മോഡൽ റിസീവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വെർട്ടിക്കലാണ് സ്ക്രീനിൽ ഉള്ളത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ക്രീൻ നിങ്ങൾക്ക് നോക്കാം. ഹൊറിസോണ്ടൽ പോളാരിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ കേബിൾ സൊല്യൂഷൻ LNB ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ആയി കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വെർട്ടിക്കൽ ഒരു സൈഡിൽ വെർട്ടിക്കൽ നോർമൽ സാധാരണ LNB വെക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ എന്ന ചാനൽ വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, രണ്ട് സൈഡിലും വെർട്ടിക്കൽ ലഭിക്കുന്നതാണ്. ഏത് സൈഡിലാണ് ഹൊറിസോണ്ടൽ ഓൺ ചെയ്യുന്നത്, TPയിൽ ഹൊറിസോണ്ടൽ എന്ന പോളാരിറ്റിയുള്ള ചാനൽ ഓൺ ചെയ്യുന്നത്, ആ സൈഡിലുള്ള ചാനൽ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ വെർട്ടിക്കൽ എന്ന ചാനൽ കട്ടാവുകയും ചെയ്യുന്നതാണ് നോർമൽ LNBയിൽ. പക്ഷേ നമ്മൾ വൺ കേബിൾ സൊല്യൂഷൻ LNB ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏത് റൂമിൽ അല്ലെങ്കിൽ ഏത് വീട്ടിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പല ചാനലുകൾ ഇഷ്ടമുള്ള ചാനൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ എന്ന വിഷയം വരുന്നില്ല. അതാണ് വൺ കേബിൾ സൊല്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഗുണവും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ കേബിൾ സൊല്യൂഷൻ എന്ന LNB ഉപയോഗിക്കുക. നോർമൽ LNB ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സൈഡും, അതായത് രണ്ട് റിസീവറുകളും ഒരേ സമയത്ത് നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ LNBയിൽ തന്നെ നമുക്ക് ജസ്റ്റ് കണക്ടർ കൊടുത്ത് സ്പ്ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ല, രണ്ട് സൈഡിലും, അതായത് രണ്ട് റൂമുകളിൽ അല്ലെങ്കിൽ രണ്ട് വീടുകളിൽ, തൊട്ടടുത്തുള്ള രണ്ട് വീടുകളിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും പല സമയങ്ങളിലും ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ കേബിൾ സൊല്യൂഷൻ LNB വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ല. അതായത് സിഗ്നൽ കട്ടാവുകയോ എന്ന് വെച്ചാൽ പോളാരിറ്റി മാറുമ്പോൾ സിഗ്നൽ കട്ടാവുന്ന ഈ പ്രശ്നം ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൺ കേബിൾ സൊല്യൂഷൻ LNB ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 5150 പകരം 5150 5750 എന്ന ഈ ഫ്രീക്വൻസി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചാനലും ട്യൂണായി ലഭിക്കുന്നതാണ്.